അവിടെ എത്തുമ്പോഴും ഉണ്ടാവണം. അല്ല, ഞങ്ങളെന്തിനാ വരുന്നത്? നിങ്ങളെല്ലാരും വന്ന സ്ഥിതിക്ക് ഇനി രാജപുരത്തേക്കുള്ള യാത്ര ഒന്നിച്ചാവും. അല്ല, നിങ്ങളാരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമാണെങ്കിൽ രാജപുരത്തേക്ക് പോകുന്നതിന് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. എന്താ, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? ഞങ്ങൾക്കാർക്കും ടെൻഷൻ ഇല്ല. എന്നാ രാജപുരത്തേക്ക് പുറപ്പെടാം. സർ, ഞാൻ ഫ്രണ്ട്സിനോട് വന്നോളാം. ഏയ്, അത് വേണ്ട. നീ ഞങ്ങളുടെ കൂടെ വന്നാ സാറ് പിന്നെ ഒറ്റയ്ക്കായി പോകത്തില്ലേ? പോവേണ്ടി വരുമല്ലോ. ACPക്ക് സംശയം തോന്നാതിരിക്കാനേ ഇപ്പൊ കൂടെ പോകുന്നതാ നല്ലത്. ബാക്കി കാര്യം നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. വെറുതെ ഒന്ന് വണ്ടി കയറും. സർ, ഞാൻ ഇവരുടെ കൂടെ വന്നോളാം. അത് വേണ്ടടി, നീ സാറിനൂടെ വന്നാ മതി. പാവ സാറ് ബോറടിച്ച് ബാറി കയറേണ്ട അവസ്ഥയാവും. നീ ACP സാറിന്റെ കൂടെ വന്നോ? വൃന്ദയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊപ്പം വരണമെന്നില്ല. യാത്ര ഫ്രണ്ട്സിനോടൊപ്പം ആയിക്കോ. രാജപുരത്തെത്തിയ നിങ്ങൾ എനിക്ക് ആ വീട് കാണിച്ചു തരണം. ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. പൊക്കോളൂ, പൊയ്ക്കോളൂ. നടക്ക്, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. രാജപുരത്തേക്കെങ്കിൽ രാജപുരത്തേക്ക് പോവാ. ഈശ്വരാ ഭഗവാനെ, രാജപുരത്ത് ഹർത്താലായിരിക്കണേ. വാ. ലക്ഷം പിന്നൊരു 3 ലക്ഷം. 6 3 9 ലക്ഷം. അത് കഴിഞ്ഞാ പിന്നെ വരുന്നടേ മന്ദാകിനി. ഈ മന്ദാകിനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോടി. അത് കഴിഞ്ഞാ പിന്നെ ഇവര് മുമ്പിൽ ചെന്ന് നമുക്ക് പണിയാവും. വാടി പോവാ പോവാ. വാ. എനിക്കൊരു കാര്യം അറിയണായിരുന്നു. എന്താ ചേട്ടത്തി? ഒരു ട്രെയിൻ വിലക്ക് വാങ്ങാൻ എത്ര രൂപയാകും? ട്രെയിന് വിലക്ക് വാങ്ങാനോ? എന്താടി, ഞാൻ ട്രെയിൻ വാങ്ങിയാൽ ശരിയാവൂലേ? അല്ല, അപ്പൊ റെയിൽവേ സ്റ്റേഷൻ വാങ്ങേണ്ടി വരില്ല. മന്ദാകിനി, എന്താ? ശ്രുതിയുടെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞോ? എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കാനും ആ കുട്ടിയോട് പറഞ്ഞു. പറഞ്ഞു. പറഞ്ഞാലെന്താ തെറ്റ്? ഇവളെ ഇങ്ങനെ തീറ്റ കൊടുത്ത് പന പോലെ വളർത്തിയിട്ട് എന്താ കാര്യം? ഗേറ്റിലൊരു നോക്കൂത്തിയുടെ ആവശ്യമില്ലല്ലോ. നോക്കൂത്തി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ പോയി അവിടെയുള്ളവരെ വിളിച്ചാ മതി. എന്താടി, നീ നോക്കൂത്തിയുടെ പണിയല്ലേ ചെയ്യണത്? മേലാണെങ്കിൽ അകത്തെ പണി ചെയ്, അപ്പഴേ കഷ്ടപ്പാട് മനസ്സിലാവൂ. റൂം ക്ലീൻ ചെയ്യാൻ അമ്പിളിയോടല്ല മന്ദാകിനിയോടല്ലേ പറഞ്ഞത്? അത് നീ തന്നെ ചെയ്താ മതി. എന്തോ? ഞാൻ റൂം ക്ലീൻ ചെയ്യാനോ? അതിനെ എന്നെ കിട്ടത്തില്ല. ദാ ഇവളോട് പറ. നിങ്ങളോടല്ലേ മാഡം പറഞ്ഞത്? എടി, എന്റെ തൊഴിലാളി ആകാൻ മാത്രം യോഗ്യതയുള്ള നീ എന്നെ കയറി ഭരിക്കാൻ വന്നാണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. നിങ്ങൾ എന്നെയും ഭരിക്കാൻ വരണ്ട. പോടി. മന്ദാകിനി, നീ ചെയ്യേണ്ട പണി നീ തന്നെ ചെയ്യണം. അതിനുള്ള സാലറി ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഇവിടെ തന്നെ കപ്പിച്ച സാലറി ആർക്ക് വേണം? മന്ദാകിനി, നീ ജോലിയിൽ വീഴ്ച വരുത്തിയാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. മാഡം, നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കില്ലേ? എന്നെ ഭീഷണിപ്പെടുത്തിയ ഞാൻ ഈ നിമിഷം ജോലി കളഞ്ഞവിടെ ഇറങ്ങിപ്പോ. അപ്പൊ ഇവിടുത്തെ ജോലി ആര് ചെയ്യും? ഇവള് ചെയ്യും.
അല്ലെങ്കിൽ മാഡം തനിയെ ചെയ്യേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കല്ലേ. ഈ മന്ദാകിനി ആരാന്ന് നിങ്ങൾ നാളെ അറിയും. റീനാമേ, ഒരു കൊച്ചു സംശയം. ഈ ഹോസ്റ്റൽ ആകെ മൊത്തം ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് വരും? സ്ക്വയർ ഫീറ്റ് അറിയില്ലെങ്കിൽ എന്ത് വില വരുന്നു പറഞ്ഞാലും മതി. അറിഞ്ഞിട്ടെന്തിന്? നീ ഇത് വിലക്ക് വാങ്ങാൻ പോവാണോ? ചിലപ്പോ വിലക്ക് വാങ്ങിയെന്നും ഇരിക്കും. ബാക്കി കാര്യം നമുക്ക് നാളെ സംസാരിക്കാം. ഇത് കുറച്ച് കൂടിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഈ ഹോസ്റ്റല് വിലക്ക് വാങ്ങുന്നതിനെ പറ്റി മന്ദാകിനി തനിയെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു മാഡം. മന്ദാകിനിയുടെ ഭർത്താവിനെ ഈ വിവരം അറിയിക്കുന്നത് നല്ലതായിരിക്കും മാഡം. ചികിത്സ വൈകിയാ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മാഡം. കുറച്ചുകൂടെ കഴിയുമ്പോ വയലന്റ് ആയാലോ? മാഡം, ACP പുറകെ ഉണ്ടോടി? പുറകെ തന്നെ ഉണ്ട്. രാജപുരത്ത് എത്തിയിട്ട് എന്ത് ചെയ്യും? അത് നമുക്ക് അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. അനു, നിന്റെ ഈ ഓവർ കോൺഫിഡൻസാ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ. രാജപുരത്ത് എത്തുന്നതോടെ ACP നമ്മളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇവള് വാ തുറക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാനും അറം പറ്റുന്ന വാക്കുകൾ പറയാനുമാ. എന്താടി അങ്ങനെ സംഭവിച്ചൂടെ? ആര് താമസിച്ച വീട് നിങ്ങൾ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കും? ഇല്ലാത്ത വീട് കാണിക്കാൻ ചെന്നാ പോലീസിന്റെ സ്വഭാവം അങ്ങ് മാറും. നിങ്ങൾ ഇക്കാര്യം പറഞ്ഞ് ഇപ്പോഴല്ല ടെൻഷൻ ആവേണ്ടത്. ആദ്യം ഒന്ന് അവിടെ ചെല്ലട്ടെ. ഹലോ. യെസ്, ACP ഇന്ദ്രജിത്താണ്. അരമണിക്കൂറിനകത്ത് രാജപുരത്തെത്തും. ഓക്കെ. കുറച്ച് സമയത്തിനകം രാജപുരം എത്തും. നമ്മുടെ പ്ലാൻ എന്താ? ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി പറ. അവിടെ എത്തിയിട്ടെ ആൾ താമസം ഇല്ലാത്ത വീട് ACPക്ക് കാണിച്ചു കൊടുത്ത് നമുക്ക് തലയൂരാം. അതേ ഉള്ളു വഴി. ആ വീടിന്റെ ഉടമസ്ഥരെ ACP കോണ്ടാക്ട് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്?